ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഇതാക്കണ ഞങ്ങൾ ഇവിടെ കമ്പളക്കാട് വരെ അനിയൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോണത്. അങ്ങനെ അവരോട് പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, ശരിക്കും അവർക്ക് ഇന്നൊരു സർപ്രൈസ് തന്നെയാണ് കേട്ടോ. എന്തായാലും അവരറിയാണ്ടാണ് ഞങ്ങൾ പോണത്. കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവിടെ ചെന്ന് കയറുമ്പോഴായിരിക്കും അവരറിയുന്നുണ്ടായത് കേട്ടോ. ഈ ഒരു പോക്ക് ഞങ്ങളെ പ്രതീക്ഷിക്കാതെയാണ് കേട്ടോ പോണത്. കാരണം അവരോട് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു അവരവിടെ ഇല്ലെങ്കിൽ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവരുടെ അടുത്ത്. അപ്പോൾ ഇവർ പറഞ്ഞു അതിന് അവരവിടെ ഇല്ലെങ്കിൽ നമ്മൾ അതുവരെ പോയിട്ട് ഒരില്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് തന്നെ വരും, എന്നാലും വേണ്ടില്ല പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറേ പറഞ്ഞിട്ടോ പോവണ്ട, എന്തിനാ ഇപ്പോൾ പോണത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ കുറേ പറഞ്ഞിട്ടോ. പക്ഷേ എന്താണെന്നറിയില്ല, മക്കൾക്കും പിന്നെ ശരിക്കും ഒരേ നിർബന്ധം പോകണം തന്നെ കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഉച്ചക്ക് എന്തായാലും പോകാൻ പറ്റില്ല, കാരണം എനിക്ക് പിന്നെ തിരുമ്പിയതൊക്കെ ഉണങ്ങണം. കാരണം എല്ലാം കൂടെ നമ്മൾ വാരി വലിച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ നല്ല കുരങ്ങൻ്റെ ശല്യം ഉള്ളതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ആയാലും അയലുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുരങ്ങൊക്കെ വന്നിട്ട് താഴോട്ട് വലിച്ചിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇടങ്ങേറാണ്. പിന്നെയും വന്നിട്ട് തിരുമ്പലും ഉണക്കലൊന്നും നടക്കില്ല, കാരണം ഇട്ട് പോണത് തന്നെ ഒരുപാട് ഉണ്ടാവും കേട്ടോ. അങ്ങനെ എന്തായാലും ഇതൊക്കെ ഞങ്ങളിപ്പോൾ വൈകുന്നേരമാണ് പോണത്. പോണ സമയത്ത് നല്ല മഴക്കാറ് മൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഴ പെയ്യുമ്പോഴേക്കും നമുക്കെന്നാൽ വേഗം പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ റിച്ചുമോന് പിന്നെ നേരത്തെ അങ്ങോട്ട് പിന്നെ വണ്ടീൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും പിന്നെ അങ്ങനെ വാതിലൊക്കെ പൊട്ടി ഞങ്ങൾ ഇതാക്കണം അങ്ങനെ ഇറങ്ങിട്ടോ. അപ്പം ഞങ്ങൾ പിന്നെ ഇവിടെ ഇങ്ങനെ റോഡില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വാടകയ്ക്കുള്ള വീടാണ്. അപ്പോൾ ഇങ്ങോട്ട് റോഡില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു പിന്നെ വഴിയാണ് കേട്ടോ, ഒരു കുത്തനുള്ളൊരു വഴിയാണ് കേട്ടോ. അങ്ങനെ ഏതായാലും വേണ്ടില്ല, ഞങ്ങളിങ്ങനെ പോവാണ്. അങ്ങനെ വണ്ടിയൊക്കെ ഷർട്ടാക്കിയിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, നല്ലൊരു സന്തോഷം കേട്ടോ. ആദ്യം ഒട്ടും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും പോവല്ലേ എന്ന് പറഞ്ഞ് മാറ്റിയൊക്കെ ഒരുങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അങ്ങനെ ഇതാക്കണേ നെബാട്ടിയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളങ്ങനെ തിന്ന് പോവാണ് കേട്ടോ. പിന്നെ കുട്ടികളെ കൂട്ടത്തിലായതുകൊണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു മിഠായോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തിന്നാൻ എപ്പോഴും ഉണ്ടാവും കേട്ടോ. കാരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടി വരും കേട്ടോ. പിന്നെ അതുപോലെ തന്നെയാണ് കേട്ടോ ഞാനും. അങ്ങനെ പിന്നെ അവിടുന്ന് എന്നോട് ചോദിച്ച് കടി വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കടിയൊന്നും വേണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ചൂടുള്ള കടിയാണെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ എനിക്ക് പഴംപൊരിയും അവർക്ക് എന്താക്കി പിന്നെ പരിപ്പ് വടിയും വാങ്ങിയിട്ടോ. പിന്നെ സെലിക്ക് വേണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിൽ നിന്നൊക്കെ എന്താക്കി പിച്ചിങ് കണ്ട് അങ്ങനെ കൊടുത്തുട്ടോ. സെലിക്ക് പിന്നെ കടി വേണ്ട പറയണത് എന്താ വെച്ചാൽ പുറത്ത് എപ്പോഴും ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോഴൊക്കെ ഇങ്ങനെ ചായയും പിന്നെ എണ്ണക്കടിയൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ കൽപ്പറ്റ എത്തിട്ടോ. കൽപ്പറ്റ ഞങ്ങൾ ബൈപ്പാസ് കൂടെ ഉണ്ട് പോകണം. അപ്പോൾ അവിടെയൊക്കെ നല്ല ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പുറത്തൊക്കെ നോക്കുമ്പോൾ അത്ര വലിയ മഴയൊന്നുമില്ല കേട്ടോ. പിന്നെ അങ്ങോട്ട് അങ്ങനെ കാലാവസ്ഥ വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെയായിരുന്നു കേട്ടോ. അനിയനും അനിയൻ്റെ പെണ്ണുങ്ങൾക്കൊന്നും അറിയില്ല കേട്ടോ നമ്മളങ്ങോട്ട് ചെല്ലണത്. അപ്പോൾ ഒന്നാമത് ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ആഗ്രഹമാണ്, വെക്കേഷൻ അല്ലേ എന്നിട്ട് നമ്മൾ എവിടെയും പോയിട്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോകണമെന്നാണ്. പിന്നെ കുട്ടികളുടെ അടുത്തൊക്കെ ആകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർക്ക് അങ്ങോട്ട് പോകണേ തന്നെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മിഠായിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാക്കണ അവരെ വീട്ടിലെത്തിയിട്ടോ. പിന്നെ ഇവരെ രണ്ട് വീടിൻ്റെ അപ്പുറം നിന്നിട്ട് ഞങ്ങൾ കുഞ്ഞോളെ കോള് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഓളറിന് ഗ്യാസ് നിറച്ച കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും നമ്മളാരും പോണത് അത്ര വലിയ ഉറപ്പിക്കാത്തതുകൊണ്ട് അങ്ങനെ ഓലോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുഞ്ഞോളാണെങ്കിലും ഫോണിൽ കൂടെ എല്ലാ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചറിയായിരുന്നു. അപ്പോൾ സച്ചുമോന് കോളായിട്ട് അങ്ങനെ വിശേഷങ്ങളൊക്കെ പറയണുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ സച്ചുമ്മ പറഞ്ഞ് പിന്നെ മേമ ഞങ്ങളൊരു കാര്യം ചെയ്യും, പിന്നെ ഞങ്ങളെ വാതിലൊന്ന് തുറന്നാണ്, ഞങ്ങൾ ഇതാക്കണം നിങ്ങളെ മുന്നിലുണ്ട് കേട്ടോ. അപ്പോൾ വേഗം വന്നിട്ട് വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ ആകെ ഞെട്ടിയാണ് കേട്ടോ. കാരണം ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നല്ലോ. പുറത്തിറങ്ങിട്ടോ. അപ്പോൾ നല്ലൊരു വ്യൂ കേട്ടോ. കാരണം ഇവിടെ ഇതേപോലെ മഴക്കുള്ള നല്ലൊരു ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളിവിടെ അങ്ങനെ റോസ് പൂ കണ്ടപ്പോൾ നല്ല രസം കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ 2 തരം റോസ് പൂ ഉണ്ടായിരിക്കണം കേട്ടോ ഇവിടെ അങ്ങനെ. അപ്പോൾ പിന്നെ നല്ല കറിവേപ്പിൻ്റെ ഇല ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ കഴിഞ്ഞതിലൊക്കെ ഞങ്ങൾ വന്ന സമയത്ത് ഇങ്ങനെ ഉണങ്ങിയ പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ മണത്ത് നോക്കിയിരുന്നു കേട്ടോ. കാരണം ഞങ്ങളിവിടെ ഇവിടെ നല്ല കറിവേപ്പിൻ്റെ നല്ല മണാട്ടോ. അതിൻ്റെ അടുത്ത് കൂടെ പോയാൽ അപ്പോൾ അതെന്താ ഇതിന് മണമില്ലാന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ ഇത് പിന്നെ വേറൊരു പച്ച കളറുമാണ് കേട്ടോ ഒരു കറിവേപ്പിൻ്റെ ഇലക്ക്. പിന്നെ ഈ ഒരു റോസ് പൂവിന് അതേപോലെ നല്ല സ്മെല്ല് കേട്ടോ. പിന്നെ സ്വന്തമായിട്ടൊരു വീടൊക്കെ ഉണ്ടെങ്കിൽ ഇതാണ് കേട്ടോ സ്ഥിതി. നമുക്ക് എന്താക്കാം പിന്നെ നല്ല നല്ല ചെടികളും അങ്ങനത്തെ ഒക്കെ വളർത്തിയെടുക്കാം കേട്ടോ. പിന്നെ വാടക വീട്ടിലാണെങ്കിൽ പിന്നെ അതൊന്നും നടക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വെച്ചാൽ വാടക വീട്ടിൽ ഇപ്പോൾ നമുക്ക് ഉണ്ടാക്കാമല്ലോ. പക്ഷേ സംഭവം ഉണ്ടാക്കാം, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്താണെന്ന് വെച്ചാൽ അതും പിന്നെ നമ്മൾ ആ വീട് മാറുമ്പോൾ നമ്മൾ വേറെ വീട്ടിലേക്ക് കൊണ്ടുപോകലും അതൊക്കെ ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണ്. കാരണം സാധനം കെട്ടി പോകുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊക്കെ ഭയങ്കര ഒരു ഇടങ്ങേറടിച്ച പരിപാടി തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ ഇതാക്കണ് പിന്നെ റിച്ചുമോന് എസനിയും ഇച്ചുമോനെയൊക്കെ കൊണ്ടുകാണ്ട് ഇങ്ങനെ വന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവരാണെങ്കിൽ 2 പേരും പിന്നെ റിച്ചുവിൻ്റെ പിന്നെ ഒക്കിൽ കയറിയിരിക്കാൻ കേട്ടോ. അപ്പോൾ അവർക്ക് ഭയങ്കര കാര്യം കേട്ടോ. അപ്പോൾ സച്ചുവിനെ എങ്ങനെയൊക്കെയോ പറഞ്ഞുകാണ്ട് എന്തൊക്കെ എസനുണ്ട് എടുത്തു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഇതിക്ക് വീഡിയോ ഒക്കെ നോക്കുക പറഞ്ഞപ്പോൾ എച്ചുവിന് ഭയങ്കര മടി കേട്ടോ. അങ്ങനെ എസമോള് പിന്നെ നല്ല കൂളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമൊന്നും നമ്മളെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ.
അങ്ങനെ ഇതാ പുറത്തത്തെ വ്യൂ ഒക്കെ കണ്ട് ഇവിടേക്ക് എത്തിയിട്ട് അകത്തേക്ക് അപ്പോൾ ഇതേ പിന്നെ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ അവള് മാങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ എസിയും റിച്ചും പിന്നെ സെലിയൊക്കെ അവിടെ ഇരുന്നിട്ട് അങ്ങനെ തിന്നുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഈ മാങ്ങ ഓവർ പഴുപ്പായി കഴിഞ്ഞാൽ വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സെല്ലിനങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ എന്തെല്ലോ പറയായിരുന്നു കേട്ടോ. എസമോള് പിന്നെ ഇച്ചുവിനെ കിട്ടിയ സന്തോഷത്തിലാണ് കേട്ടോ. അങ്ങനെ ഇതാ പിന്നെ ഓള് വേഗം ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ചായ ഉണ്ടാക്കിയിട്ട് കുടിക്കണം കേട്ടോ. അപ്പോൾ ഇതാക്കണ പിന്നെ ബേക്കറി ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ അവള് ചായയൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ എല്ലാവരും ഒരുമിച്ചിരുന്നങ്ങാണ്ട് ഇവിടെ അങ്ങനെ ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ പിന്നെ ഇവിടുന്ന് വ്യാഴാഴ്ച എനിട്ടത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച മദ്രസ ഇല്ലല്ലോ, എന്നാൽ പിന്നെ ഒരു ദിവസം മക്കളടുത്ത് നിന്നിട്ടും വരാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അന്ന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പോകാനുള്ളൊരു കാരണം തന്നെ കേട്ടോ. മദ്രസ ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഇതാ ചായടിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഓള് പറഞ്ഞ് പിന്നെ എന്നാൽ സാധനം മേടിക്കാണ്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ പിന്നെ എസനി ഇച്ചുവിനെയും പിന്നെ സച്ചൊറിച്ചൊക്കെ എന്താക്കി ആനസെല്ലിൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഒരു വന്നു കേട്ടോ. അങ്ങനെ ഇതാ കുറേ എല്ലാവർക്കും ലേസും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ സാധനമൊക്കെ മേടിച്ച് ഇങ്ങനെ വന്നു കേട്ടോ. പിന്നെ ഇവിടെ വന്നാൽ അതൊരു പതിവാട്ടം. ഇനിയിപ്പോൾ സാധനം മേടിക്കാൻ അല്ലെങ്കിലും കുട്ടികളെയും കൂട്ടിയിട്ട് ഒന്ന് ഇങ്ങനെ പോയിട്ട് വരും കേട്ടോ. കാരണം അത് അവർക്കൊരു സന്തോഷമാണ്. കാരണം അവർ വന്നു കഴിഞ്ഞാൽ വേഗം വണ്ടിയിൽ കയറിങ്ങാണ്ട് എന്താക്കും അങ്ങനെ പോകാൻ അവർക്ക് രണ്ടുപേർക്കും ഒരു ഇൻട്രസ്റ്റ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ സമോളും മിച്ചുമോനൊക്കെ ഇതാ അവിടെ ഇങ്ങനെ ലേസ് തിന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിപ്പോൾ എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഇന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ബിരിയാണീൻ്റെത് ഞാൻ ഫുള്ളായിട്ടൊന്നും അങ്ങനെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം എന്താണ് എപ്പോഴും ബിരിയാണീൻ്റെ അങ്ങനെ ഇടുന്നതല്ല, അതുകൊണ്ടാണ് അങ്ങനെ ഫുള്ളായിട്ട് തന്നെ അങ്ങനെ എടുക്കാത്തത് കേട്ടോ. അങ്ങനെ ഇതാ ഫുള്ളും നമ്മളിന്ന് അടുപ്പിലേറ്റ് ഉണ്ടാക്കണം കേട്ടോ. അപ്പം ഞാൻ അധികം അങ്ങനെ അടുപ്പിലൊന്നും ഉണ്ടാക്കല്, എപ്പോഴും ഞാനിങ്ങനെ ഗ്യാസുമേലായിട്ട് ഉണ്ടാക്കൽ. അങ്ങനെ ഇതാ മക്കൾ നല്ല പാട്ടും ഇതൊക്കെയാണ് കേട്ടോ. അവർ എന്താ വെച്ചാൽ ഇവിടെ നല്ല സ്പീക്കറും പിന്നെ മൈക്ക് അങ്ങനത്തെ ഒക്കെ കേട്ടോ. കുട്ടികളിങ്ങനെ അതിലിങ്ങനെ കളിക്കാൻ കേട്ടോ. അപ്പോൾ ഏതായാലും അങ്ങനെ അവർ കളിക്കട്ടെ. അങ്ങനെ ഇതാ ഞാൻ പിന്നെ വേഗം എന്താക്കി പിന്നെ നമ്മളെ മസാലയൊക്കെ ഉണ്ട് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ വേഗം അങ്ങോട്ട് ചോറായി കഴിഞ്ഞാൽ പിന്നെ വേഗം അടുപ്പത്ത് തന്നെ അങ്ങനെ ദമ്മിടാമല്ലോ വിചാരിച്ചിട്ടോ. അങ്ങനെ ഇതാ ഒക്കെ ഇങ്ങനെ റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കൊടുന്ന മിഠായിൻ്റെ ഇപ്പോൾ ഈ ചെതറി കിടക്കണം കേട്ടോ. കാരണം അതിങ്ങനെ എഴുതുമ്പോൾ ഇങ്ങനെ കാണിച്ചു തരികയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓരോ മൃഗത്തിൻ്റെയും പക്ഷികളുടെയും അങ്ങനത്തെ ഒക്കെയാണ് കേട്ടത്. പിന്നെ അങ്ങനെ ഇതാ നമ്മളെ ബിരിയാണിയൊക്കെ ഏകദേശം ഒരു 8 മണിയൊക്കെ കഴിഞ്ഞ് 8:30 ആകുമ്പോഴേക്കും നമുക്ക് ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഫൈസലും പിന്നെ എൻ്റെ കുട്ടിയും കൂടി വന്നപ്പോൾ ഒരു 10 മണിയൊക്കെ ആകാനായിട്ടുണ്ടാവും കേട്ടോ. 9:45 അങ്ങനെ ഇതാ എല്ലാവരും ഒരുമിച്ചിരുന്ന് അവരെ കാത്തു നിന്നിട്ടോ. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല റാത്തായിട്ടോ. ഇന്നിപ്പോൾ എന്തായാലും നമ്മളിവിടെ കൂടും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ടാക്കണേ.